കുറച്ചൊരു ദൂരെ യാത്ര പോകാൻ പോവാണ്. അത് എവിടെയാണ് എന്താണ് സംഭവം ഒന്നും ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് പറയുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ട്രെയിനിന് ഇന്ത്യയുടെ അറ്റം വരെ പോവുകയാണെങ്കിൽ ഞാനങ്ങാണ്ട് ഇതുപോലെ ഇരിക്കും. ഈ എന്ത് രസം വരെ കാണാൻ പൊന്നോ. ഇവിടെ അലീക്കാക്കും കിട്ടിയൊരു മീനാണ് ഷിപ്പിന്റെ മോഡല്. ഇതെന്തോ റിസർച്ച് സെന്റർ ആട്ടാ, കളമശ്ശേരിയിലുള്ള അല്ലേ? എന്താ പരിപാടി? എല്ലാരും എന്താ ചെയ്യുന്നത്? ഈ കുഴിവേലിപ്പടിയിലേക്ക് പോകാൻ ബസ്സോ ഓട്ടോയോ ഒന്നും. എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ജംഷദ് ഗഫൂർ, യുവർ ബഡി ട്രാവലർ. ഇന്നത്തെ ഒരു യാത്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ എപ്പിസോഡിൽ ഒരു എന്താ പറയുക കുറച്ചൊരു ദൂരെ യാത്ര പോകാൻ പോവാണ്. അത് എവിടെയാണ് എന്താണ് സംഭവം ഒന്നും ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് പറയുന്നില്ല. ഒരു ദൂരെ യാത്രയാണ്, കുറച്ച് ദൂരമാണ്. ഞാനിത് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ട്രെയിനിന് വേണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. 4:20 ട്രെയിനെന്നും പറഞ്ഞിട്ട് ഇപ്പം 4:26 ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരു ദൂരെ യാത്ര പോവാണ്. ഈ ദൂരെ യാത്രയിൽ, ഈ പോകുന്ന യാത്രയിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് എന്ന് വെച്ചാൽ ഈ അധിക വ്ളോഗേഴ്സൊന്നും കാണിക്കാത്ത കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റിമോട്ട് ഏരിയകളും അങ്ങനെയുള്ള സംഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാണിച്ചിട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡ് ഇതിലുണ്ടാവും. ഒരു എപ്പിസോഡോ 2 എപ്പിസോഡൊന്നും ആയിരിക്കില്ല, കണ്ടിന്യൂസ് ആയിട്ട് കാണേണ്ടി വരും. അപ്പോൾ ഈ ഒരു ദൂരയാത്രയിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ കാണിച്ച് എത്ര എപ്പിസോഡ് എന്നോ എവിടെയാണ് പോകുന്നതെന്നോ എന്താ സംഭവം എന്നോ ഇപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്കത് വഴിയെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. കയറി എൻ്റെ കോച്ച് ഏതാണെന്നോ, ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ബാക്കിൽ വെറും 20 പേർക്കുള്ള ഒരു കുഞ്ഞ് ഒരു കോച്ചാണ് ഉള്ളത്. ഇതാ കാണിച്ചുതരാം. അവിടം വരെ ഉള്ളൂ കേട്ടോ. അത്രയും ചെറിയൊരു കോച്ച്, 20 ആൾ മാത്രം. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. എൻ്റെ സീറ്റ് ചെയ്താ, ഇതാണ് എൻ്റെ സീറ്റ്. അപ്പം എല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, വഴിയെ കാര്യങ്ങൾ കാണാം. ഞാൻ ഈ ട്രെയിനിൻ്റെ ഒച്ചയിടക്ക് എൻ്റെ കേൾക്കുന്നതോ അറിയില്ല, എന്നാൽ നമുക്കിത് വഴിയെ കാര്യങ്ങൾ കാണാം. ഫൈനലി ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, സത്യമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എനിക്കൊന്നൊരു ലാസ്റ്റ് ഞാൻ ട്രെയിനിൽ കയറിയത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ട്രിപ്പ് നടത്തിയത്, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. എന്താ പറയുക, എനിക്ക് ഈ ട്രെയിനിൽ എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് നൊസ്റ്റാൾജിയപരമായിട്ടുള്ള മറ്റേ കാര്യങ്ങളിൽ ഭയങ്കര ഒരു ഭ്രാന്താണ്. എന്ന് വെച്ചാൽ മഴ, കട്ടൻ ചായ, ട്രെയിൻ യാത്ര, ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഭയങ്കര ക്രേസിലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനൊരു സെക്കൻഡ് ക്ലാസ് യാത്ര എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ സത്യം പറയാല്ല, ഇതിപ്പോൾ എനിക്ക് എൻ്റെ എത്തേണ്ട സ്ഥലം ഏകദേശം ഞാൻ എത്താറായി, ഒരു 10-20 മിനിറ്റിനുള്ളിൽ എത്തും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ട്രെയിനിന് ഇന്ത്യയുടെ അറ്റം വരെ പോവുകയാണെങ്കിൽ ഞാനങ്ങാണ്ട് ഇതുപോലെ ഇരിക്കും. അപ്പം അത്രയും എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, എന്താണ് അവസ്ഥ എന്നൊക്കെ. നിങ്ങൾ കണ്ടു, പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി എറണാകുളം വന്നു. എറണാകുളത്ത് നിന്ന് മെട്രോ കയറി മറ്റേ നമ്മളെ ഇടപ്പള്ളി വന്നു. ഇടപ്പള്ളിയിൽ നിന്ന് ബസ് കയറി വേറൊരു സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പം വന്നിരിക്കുന്നത് എന്താ പറയുക, കടമ്പ്രയാർ എക്കോ ടൂറിസം. അധികം ആൾക്കാരൊന്നും, ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അധികം അറിയപ്പെടാത്ത കുറച്ച് റിമോട്ട് ഏരിയകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണിക്കാനാണ് ഈ പോക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കടമ്പ്രയാർ ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു ഏരിയയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കണ്ട, ഈ ഒരു പുഴയിൽ താറാവ് കൂട്ടം
ചില്ലറയൊന്നല്ല ഉള്ളത്. നോക്കിയാ ഞാൻ പോകുമ്പോൾ വലിയ പൂവാണ്. ഈ എന്ത് രസം വരെ കാണാൻ പൊന്നോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. എല്ലാം പോയി. അതുകൊണ്ട് അവിടുന്ന് ചെറിയൊരു കട്ടുണ്ട് അങ്ങോട്ടേക്ക്, അതിലൂടെ എല്ലാവരും പോയി. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ എല്ലാവരും പോയി. എനിക്ക് തോന്നുന്നു നിങ്ങളും അധികം കണ്ടിട്ടുണ്ടാവില്ല. വലിയ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ മറ്റേ ചില സിനിമകളിലുണ്ട്, ആ മമ്മൂക്കാൻ്റെ ഒരു പാടില്ലേ വെനീസിലെ വ്യാപാരി, അതിലൊക്കെ ഉണ്ട് തോന്നുന്നു. കുട്ടനാട്ടിൽ നിന്ന് ഇതേപോലെയുള്ള പുഴയിൽ നിന്ന് ഇങ്ങനെ കുറേ താറാവുകൾ. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല രസമില്ലേ സൗണ്ട് കേൾക്കാൻ തന്നെ? എന്താ രസം എൻ്റെ ദാസ. നിങ്ങളുടെ സൗണ്ട് ആ കേൾക്കാൻ തന്നെ എന്തൊരു മനസ്സുഖെന്നാ പറയാ. അപ്പൊ ചേട്ടാ ഇതിപ്പം മറ്റേ ഇതേതാ മീനിപ്പോ കണ്ടത്? ഇതാണ് പിലോപ്പി എന്ന് പറയുന്നത്. പിലോപ്പി, ആ നമ്മളെ സ്വന്തം പിലോപ്പി ആണല്ലേ? ഇതേണ്ട തൂങ്ങി കിടക്കുന്നുണ്ട്. നല്ല പിലോപ്പിയാണ്. അപ്പൊ ഇത് കറി വെക്കാനാണോ അല്ല വിൽപ്പനയാണോ എന്താണ്? അല്ല, കറി വെക്കാനാണ്. കറി വെക്കാൻ ആവശ്യമുള്ള കറി വെക്കും. അത് തന്നെ പരിപാടി. മെയിൻ കറി വെക്കൽ തന്നെയല്ലേ? കറി വെക്കൽ തന്നെയാണ്. വറക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ആ പിലോപ്പി നല്ല ടേസ്റ്റ് ആണ്. അതെ. പിന്നെ ഈ എക്കോ ടൂറിസത്തിന്റെ ഇതിപ്പോ അടച്ചിട്ടുള്ളത്? ഇപ്പൊ അടച്ചിട്ടേക്കാണ്. ഇപ്പൊ ഇവിടെ മെയിൻ എന്താണ് എക്കോ ടൂറിസത്തിന്റെ? കൂടുതലും ടൂറിസ്റ്റ് പിള്ളേര് വരുന്നുണ്ട്, ലവേഴ്സ് ഒക്കെ വരും. ഞായറാഴ്ചയാണ് കൂടുതലും ഇവിടെ ആള് കൂടുതലുള്ളത്. ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ടാവും. സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. നമ്മൾ എറണാകുളം കാക്കനാടത്തേക്ക് പോകാനുള്ള ബോട്ട് സർവീസ് ഒക്കെ. അത് ശരി. കാക്കനാടേക്ക് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് പിന്നെ ഇപ്പം ബോട്ട് സർവീസ് ഒന്നുമില്ല. ഇപ്പൊ ബോട്ട് സർവീസ് ജസ്റ്റ് നമുക്ക് പോയിട്ട് കാണാന്ന് മാത്രം, നടന്നു പോയി കാണാനുള്ള ഒരു സെറ്റപ്പ് മാത്രമാണ് ഉള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിപ്പം മീനെ കുറെ കിട്ടിയാ? കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. എവിടെ? കിറ്റിലുണ്ട്. ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു 10-12 ഉണ്ടല്ലേ? ഒന്നുകൂടെ കിട്ടിയിരിക്കാണ്. ആ ചേട്ടനെ പിടിച്ചു. ചേട്ടനെയും പിടിച്ച്. ഇതിന്റെ വലുതുണ്ട്. വലുത് കാണാൻ രസം. ചെറുതാ. ഇച്ചിരി വലുതൊന്ന് അതിൽ കണ്ട്. ഇക്കാക്കൊന്നും കിട്ടിയില്ല. വരുമോ? അല്ല, നിങ്ങളുടെ ഷൂട്ടിങ്ങിന് നല്ല ടൈമിംഗ് ആണ്. ഇക്കാക്കും കിട്ടിയിരിക്കാണ് ഒരു മീനിനെ പെടക്കുന്നുണ്ടാ. നമ്മുടെ അലീക്കായാണ്. അലീക്കാക്കും കിട്ടിയ ഒരു മീനിനെ. ഇത് ഗിരീഷിക്കാണ്, ചേട്ടനാണ്. നിങ്ങൾ അഷ്റഫിക്ക, ഇത് അലീക്ക, ഇത് ഗിരീഷ് ചേട്ടൻ. എല്ലാവർക്കും ഇപ്പൊ ഓരോ മീനെ കിട്ടി. പൊളി. ഇതേണ്ട എക്കോ ടൂറിസത്തിന്റെ അവിടെ വന്നപ്പോൾ കണ്ടതാണ് കംപ്ലീറ്റ് സെയിം ഒരു ഷിപ്പിന്റെ മോഡലിലൊരു ബിൽഡിങ്. സംഭവം പൊളിയാണ്. അതിന്റെ അടുത്ത് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഇതേണ്ട അതിന്റെ അടുത്ത് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ കുറച്ചുകൂടി അടുത്ത് പോയിട്ട് എടുക്കട്ടെ. അത് ഷിപ്പല്ല കേട്ടോ, അതൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ കാണുന്ന സാധനം ഞാനിപ്പോൾ അപ്പുറത്ത് കാണിച്ചിട്ടില്ല, ഷിപ്പിൻ്റെ മോഡൽ. ഇതെന്തോ റിസർച്ച് സെൻ്റർ ആട്ടാ. ഈ കപ്പലിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതുമായിട്ടുള്ള എന്തോ റിസർച്ച് സെൻ്റർ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നി ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണോ അല്ല ഓൾറെഡി അവിടെ വർക്ക് ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മോഡൽ കണ്ടിട്ട് ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ ഉണ്ട്. തേപ്പും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അത്ര നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞാൻ പറഞ്ഞതുപോലെ ഈ കടമ്പ്രയാറ് ഇക്കോ ടൂറിസത്തിൻ്റെ അവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ചേട്ടന്മാരൊക്കെ കണ്ടല്ലോ, ഇക്കമാരും ചേട്ടനും, നമ്മളെ ഗിരീഷ് ചേട്ടനും മറ്റേ അലിക്കും മറ്റൊക്കെയല്ലോ. അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സംഭവം. ഇത് കണ്ടോ, ഈ പാലം കയറി അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കണം. ഫുള്ള് വെള്ളമെന്നാണ് പറഞ്ഞത് ഇവിടെ. പിന്നെ ഇതുണ്ട് ഇങ്ങനെ ഏക്കർ കണക്കിന് എന്താണ് ഇങ്ങനെ പച്ചപ്പ്. ഇത് എന്ത് കൃഷിയാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും നെല്ലല്ല, വേറെന്തോ ആണ്. കണ്ടിട്ട് നെല്ല് പോലെയുള്ള, പക്ഷേ നെല്ലല്ല, വേറെന്തോ ആണ്. അപ്പോൾ ഇവിടത്തേക്ക് വരുന്ന റൂട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ എറണാകുളം ടൗണിലുണ്ട്. അത് എറണാകുളം ടൗണിൽ നിന്ന് മറ്റേ മെട്രോ കയറി എടപ്പള്ളി വന്നിട്ട്, എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഓടിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഓർമ്മ കിട്ടുന്നില്ല. അത് ഞാൻ പിന്നീട് നോക്കിയിട്ട് പറയാം. അപ്പോൾ അവിടുന്ന് എന്തായാലും എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 1 hour ഓടാനുണ്ട് ഈ കടമ്പ്രയാറിലേക്ക്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം. കടമ്പ്രയാറ്
ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻലി ഉള്ളത് ഫുള്ള് വെള്ളം. ഇതാണ്ടാ 3 ഭാഗവും വെള്ളം വന്നിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇതാ ചെറിയ വേലി കെട്ടിയിട്ട് അങ്ങനത്തോളം ഇങ്ങനെ ചുമ്മാ നടക്കാനുള്ള ഒരു സെറ്റപ്പ്. ഈ സൈഡിൽ കംപ്ലീറ്റ് ഈ വയൽ, ഈ സൈഡിൽ കംപ്ലീറ്റ് വെള്ളം, നടുക്കൂടെ ഇത് ഇങ്ങനെ വേലി കെട്ടിയിട്ട്. അപ്പോൾ ഈ സ്പോട്ടിൽ 3 സംഭവങ്ങളാണ്. ഒന്നീ പറഞ്ഞ വെള്ളവും കാര്യങ്ങളൊക്കെ. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ചെക്കന്മാർ പറഞ്ഞതുപോലെ മെയിൻലി സീരിയൽ ഷൂട്ടിംഗ് ഒരുപാട് നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കപ്പിൾസ് എന്ന് വെച്ചാൽ ലവേഴ്സ്, നമ്മുടെ മറീന പറ്റി ഇവിടെയൊക്കെ ഉണ്ടാകുന്നത് പോലെ. ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് 2 പേരെ കണ്ടിരുന്നു. അപ്പോൾ അവർ പിന്നെ ഞാൻ ചോദിച്ചു വെറുതെ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ, കുറേ കപ്പിൾസ് ഉണ്ട്, ഗേൾസും ബോയ്സും ആയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും കവർ ചെയ്യാൻ കഴിയില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അത് വീണ്ടും താറാവ് ഉണ്ടോ ദൈവം. എല്ലാവരും എന്ത് ചെയ്യുന്നത്? ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാ. അപ്പൊ ഇവിടുന്ന് ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടല്ലോ? ഇത് തന്നെയാ സംഭവം, ഈ നടക്കാനുള്ള ഈ സംഭവം തന്നെ, ഇവിടുത്തെ മെയിൻ വ്യൂ ഇത് തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, എനിക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് അതിന്റെ മുകളിലാണ് വണ്ടർല, നമ്മുടെ പഴയ വീഗാലാൻഡ്. അപ്പൊ ഇതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ? ആ റോഡ് പള്ളിക്കര വണ്ടർല റൂട്ടാണ്. എന്നിട്ട് അവിടുന്ന് അങ്ങനെ പോകണം. അവിടെ നേരെ കയറിക്കണ വണ്ടർല, കാക്കനാട്, ഇൻഫോ പാർക്ക്, അങ്ങനെ പോവാ അല്ലേ? നേരത്തെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായി. ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ടെല്ലാം എല്ലാം ബന്ധായി അല്ലേ? ഇവിടുന്ന് കാക്കനാടൊക്കെ ബോട്ട് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. ബോട്ട് സർവീസ് ഉണ്ട്, അത് അപ്പുറ സൈഡിലാണ്. ഇവിടെ ചെല്ലുമ്പോ ബോട്ടിങ്ങും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്, ആ സൈഡിലായിട്ടാണ്. പക്ഷെ അതൊക്കെ ഇപ്പം ക്ലോസ്ഡ് ആണ്. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, ചുമ്മാ നടന്നിട്ട് വരാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് അപ്പുറം വരെ നടന്നിട്ട് നോക്കാം. ഓക്കെ മച്ചാമാരെ, അപ്പം ശരി, ബൈ ബൈ. എല്ലാരും കാണണം കേട്ടോ, നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ. വേറൊരു സംഭവം എന്താണെന്നറിയോ? ഇതുണ്ടോ, എന്തോ ഒരു റോസ് കളർ ഒരു ഫ്ലവർ ഉണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനെന്തോ ഒരു സംഭവം പേര് പറയില്ല ഇതിന്. ഈ വെള്ളത്തിലുള്ള ഈ സാധനത്തിന് എന്തോ ഒരു പേര് പറയില്ല, എനിക്ക് ഇങ്ങനെ കത്തുന്നില്ല. അതിൻ്റെ ഈ റോസ് കളർ ഫ്ലവറും പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, അങ്ങനത്തോളം ഉണ്ട്, കംപ്ലീറ്റ് പരന്ന് കിടക്കാണ്. അതിൻ്റെ ആ ഒരു കളറ് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം നല്ല വെയിലായതുകൊണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല റോസ് കളറായിട്ട് നല്ല അടിപൊളിയായിട്ട്. ഈ ഒരു എന്താ പറയുക, വെള്ളം മാത്രമല്ല, നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഫുള്ള് റോസ് കളറായിട്ട്. ഇതൊക്കെയാണ് കടമ്പ്രയാറ് വന്നാലുള്ള കാഴ്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടപ്പള്ളിയിൽ നിന്ന് ഏകദേശം 1 hour റൂട്ടുണ്ട്. 1 hour എടുക്കും ബസ്സിന് വരാനാണെങ്കിൽ. ഓട്ടോയ്ക്ക് ആണെങ്കിൽ ചിലപ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുത്തു. ഇടപ്പള്ളിയിൽ നിന്ന് കടമ്പ്രയാർ എന്ന് പറഞ്ഞാൽ മതി, നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഇവിടുന്ന് പറഞ്ഞതുപോലെ ഇവിടുന്ന് ആ പാലം കഴിഞ്ഞ് അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ മറ്റേ എന്താ പറയുക, പള്ളിക്കര വണ്ടർല റൂട്ടാണ്. നമുക്ക് വണ്ടർലയിലേക്കും അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഇവിടെ കൊച്ചി തന്നെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ അടുത്തേക്കെങ്കിലും പോകും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവരോടും എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ജംഷീദ് ഗഫൂർ, യുവർ ബഡി ട്രാവൽ. വേറൊരു കാര്യമുണ്ട്, ഈ കടമ്പ്രയാർ പിന്നെ ഇക്കോ ടൂറിസത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 40-45 മിനിറ്റ് ബസ്സിന് വന്നാൽ കുഴിവേലിപ്പടി, അതാണ് ഞാൻ നേരത്തെ മറന്നുപോയ സ്ഥലം. അപ്പോൾ ഈ കുഴിവേലിപ്പടിയിൽ നിന്ന് നമ്മൾ എന്താ പറയുക, കുഴിവേലിപ്പടിയിൽ നിന്ന് ഓട്ടോനാണ് വന്നത് കടമ്പ്രയാർ എക്കോ ടൂറിസത്തിലേക്ക്. അപ്പോൾ ഓട്ടോ വന്നു, ഓട്ടോ വിട്ടു, ഞങ്ങളതൊക്കെ ഷൂട്ട് ചെയ്തു, ഞാൻ സൈൻ ഓഫും ചെയ്തു. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് ഈ കുഴിവേലിപ്പടിയിലേക്ക് പോകാൻ ബസ്സോ ഓട്ടോയോ ഒന്നുമില്ല. അവിടുത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഓട്ടോക്കാരൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടില്ലേ. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒമിനിക്ക് കൈ കാണിച്ചിട്ട് അവർ വളരെ നല്ല മനുഷ്യരാണ്. എന്താ പേരെന്താ? നികേഷ്. ഈ പുള്ളിയുടെ പേരോ? മുകേഷ്. അപ്പോൾ ഈ നികേഷും മുകേഷും എവിടെ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങളെ ഈ ഒമിനിയിൽ കയറ്റി, അതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവിടെ കുടുങ്ങി കിടന്നേനെ. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, വണ്ടി സ്വന്തം വണ്ടിയോ അല്ലെങ്കിൽ ഒരു ഓട്ടോ അവിടെ തന്നെ നിർത്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോകണം.